എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നിന്ന് വായിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. We greet all those people who have been listening to us in the past weeks and who's listening to us right now. We just greet you in the name of Lord and Savior Jesus Christ. For today's meditation, I just want to read from the Gospel of Matthew chapter 15 verse. വളരെ ചെറിയൊരു വാക്യമാണ്. കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. Who has ear, let him hear. ഇന്ന് എന്നെ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാവർക്കും ചെവിയുണ്ടെന്ന് എനിക്കറിയാം. I know that those who are hearing me and seeing me, you all have ears. ചെവിയില്ലാത്ത വളരെ അപൂർവം പേരേ ഉള്ളൂ. There are only very few people, very rare people who does not have ears. അപ്പോൾ ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത ചിലരുമുണ്ട്. There are people who, even though they have ears, but they cannot hear. ചെകിടർ എന്ന് പറയുന്നവർക്ക് ചെവി പുറത്തേതുണ്ട്, പക്ഷേ അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. There are people who has ears outside and they have the ears, but they cannot hear. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കാൻ അവർക്ക് കഴിയാത്തതിനാൽ അവർ ബധിരരായിരിക്കുന്നു. എന്നാൽ കർത്താവ് ഇത് പറയുന്നതിന്റെ ഫലമായി നമുക്ക് കാണാൻ കഴിയുന്നത്, ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്, മനസ്സിലാക്കുവാൻ കഴിയുന്നത് ചെവി ഉണ്ടായിട്ടും ചിലർ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. Because some of the people are enabled because of they are deaf, and we can understand those people. But here what Jesus is saying about, there are people who even though they have hearing capability, but still they cannot hear what it is. കർത്താവായ യേശുക്രിസ്തു തന്നെ ഇത് 14 പ്രാവശ്യം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. And Jesus Christ himself has said these words almost 14 times in the Bible. മത്തായിയുടെ സുവിശേഷത്തിൽ 3 പ്രാവശ്യവും, മർക്കോസിന്റെ സുവിശേഷത്തിൽ 2 പ്രാവശ്യവും, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2 പ്രാവശ്യവും, വെളിപ്പാടിൽ സഭകളോട് പറയുമ്പോൾ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് 7 പ്രാവശ്യവും, അങ്ങനെ 14-ലധികം പ്രാവശ്യം ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാൻ പോകുന്നത്. We have to understand the importance of these words, which is rhyming throughout the Gospels and all the way through the Revelation. It has been said that those who have the Spirit of God, let them hear it. So we have to give due importance to these words. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ ഏകനായിരിക്കുന്നു എന്ന് കണ്ട് അവനൊരു തുണിയെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവര് തമ്മിലുള്ള വിവാഹം കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചത് വേദപുസ്തകത്തിൽ 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നുള്ള ആ ഒരു വാക്യം. There is one verse which says that man will leave his parents and will be joined together with his wife. That has been said almost 4 times from the Genesis onwards. അപ്പോൾ ലോകത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ബന്ധത്തെ കാണിക്കുവാൻ അത് 4 വട്ടം പഴയ നിയമത്തിൽ ഒരിക്കലും പുതിയ നിയമത്തിൽ 3 പ്രാവശ്യവും, അതായത് സുവിശേഷത്തിലും ഉൽപ്പത്തിയിലും എഫെസ്യ ലേഖനത്തിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. The greatest institution which has been instituted to this earth, which is marriage, about that marriage and the life together, is being said 4 times in the Old Testament, then 3 times in the New Testament. So it has been recited many times repeatedly. അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത് തന്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നതെന്ന് ഹബക്കൂക്ക് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഹബക്കൂക്ക് ദൈവം അരുളി ചെയ്തത് പുതിയ നിയമത്തിൽ റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും എടുത്തു പറഞ്ഞ് അത് 4 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. What the prophet Habakkuk has said, that the righteous shall live by faith, has been repeatedly been said in the Gospels again 4 times in a couple of epistles. ദൈവവുമായിട്ടുള്ള ബന്ധം വിശ്വാസത്താലാണെന്നും നീതിമാന്റെ ജീവിതം വിശ്വാസത്താലാണെന്നും കാണിക്കുന്ന ആ ആധാരമായ വാക്യം 4 പ്രാവശ്യം പറഞ്ഞിരിക്കുമ്പോൾ, മറ്റേ കുടുംബജീവിതത്തെ കുറിച്ച് 4 പ്രാവശ്യം പറഞ്ഞിരിക്കുമ്പോൾ, ഇത് 14 പ്രാവശ്യമാണ് കർത്താവ് താൻ തിരുവായി മൊഴിഞ്ഞ് തന്റെ സഭയോടും വ്യക്തികളോടുമായി സംസാരിച്ചിട്ടുള്ളത്. About the marriage and about the relationship with God, and it's by faith, it has been said only 4 times each. But about this particular verse, it has been said 14 times, which has you have to diligently give importance to this. നിങ്ങളുടെ മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ ഭാര്യയോ ഭർത്താവോ 14 പ്രാവശ്യം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Is there anything in your life, if someone has advised you 14 times about the same thing to you anywhere in your life? സാധാരണഗതിയിൽ 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ പറഞ്ഞാൽ നമ്മുടെ മൂഡ് തെറ്റും, നമുക്ക് ദേഷ്യം വരും. ഞാൻ കേട്ടില്ലയോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. Usually if it is somebody asks you something repeatedly 3 times or more, we get really frustrated about that, and we will sometimes we ignore it or we obey it. അങ്ങനെ നമ്മൾ
നമ്മൾക്ക് മുഷിച്ചിലുണ്ടായാലും മുഷിച്ചിലില്ലെങ്കിലും ദൈവമായ കർത്താവ് 14 പ്രാവശ്യം പറഞ്ഞിരിക്കുമ്പോൾ അതിന് അവൻ കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണെന്ന് നാം ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ? We have to understand the importance of this prayer verse, because it has been said 14 times. Even though we get frustrated or not, it does not matter to God, but God wants you to hear this. ഈ കേൾക്കുക എന്നുള്ളത് ഒരു ഗിഫ്റ്റ് ആണ്. ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വായാണെങ്കിൽ എപ്പോഴും അടച്ചു വെക്കുവാൻ നമുക്ക് ലിപ്സ് ഉണ്ട്, കണ്ണാണെങ്കിൽ അടച്ചു വെക്കാൻ കൺപോളകളുണ്ട്. എന്നാൽ ചെവി എപ്പോഴും കേൾക്കാൻ വേണ്ടി തുറന്ന് 24 മണിക്കൂർ ഉറങ്ങാത്ത സമയത്ത് മുഴുവൻ അത് തുറന്നിരിക്കുക, 2 എണ്ണം. Hearing is a gift from God, because you can shut up your mouth with your lips, you can shut your eyes with your eyelids, but your ears are always open 24 hours. Even though you're sleeping, you can hear sounds. അപ്പോൾ നാം കേൾക്കേണ്ടതിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ദൈവം അത് തുറന്ന് 2 എണ്ണം 2 സൈഡിലായി കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ നിന്ന് കേട്ടാലും ആ സൈഡിൽ നിന്ന് കേട്ടാലും അത് കേൾക്കണമെന്നുള്ള ചിന്താഗതിയിൽ ദൈവം അത് വെച്ചിരിക്കുകയാണ്. It means that God knows that we have to hear certain things no matter what situation, what kind of circumstances, no matter, it will not be shut off. Even though it is one side or the other side, you have to definitely hear things from God. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള കാര്യം ദൈവം നമുക്ക് അങ്ങനെ അതൊരു ഗിഫ്റ്റായി തന്നിരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണമെന്ന് ദൈവം ഒരു കൽപ്പന നൽകിയിരിക്കുകയാണ്. And God has given us a commandment that such a valuable thing, God has given us a gift that you have to hear this. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ കൽപ്പന കൊടുക്കുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇസ്രായേലേ എന്ന് അവരെ പേര് വിളിച്ചിട്ട് പറയാണ്, കേൾക്ക. In Deuteronomy chapter 6, when God is giving the commandment, there when he is giving that, he is starting with one thing, "Oh Israel, hear." എന്നിട്ട് പറയുന്നത്, ഞാൻ മാത്രമേ ദൈവമുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. And it says that I am the only God, so you have to love me with all your heart, all your might and all your soul. നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ടതിന്റെ കാരണം 7-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സകല ജാതികളിലും പെരുപ്പമുള്ളവരായതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരായതുകൊണ്ടല്ല, ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. 8-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാത്തം നിവർത്തിപ്പാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. Why? The reason God has given the commandment that we have to love him with all our might and strength. It says in this chapter 7 verse 7 onwards, the Lord did not choose you and lavish his love on you because you were greater or larger than nations. And it says in verse 8, it was simply because the Lord loves you. ഈ ഹൈന്ദവർക്കൊക്കെ അവർ പറയുന്നത് 33 കോടി ദൈവങ്ങളുണ്ട്, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ ഇഷ്ടമുള്ള സമയത്ത് അവരുടേതായ രീതിയിൽ സേവിക്കാം. The Hinduism teaches the people that they have almost 33 million gods and you can choose your God according to your needs. എന്നാൽ ഇവിടെ ദൈവമെന്ന് പറയുന്ന ഒറ്റ ആളേ ഉള്ളൂ. ആ ആള് നിങ്ങളെ സ്നേഹിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തതുകൊണ്ട് ദൈവവും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എന്നെ അതുപോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. Here there is only one God, and that God says that because I chose you and I loved you in the beginning, so you have to, he is demanding back that love with all your strength, might and all your soul. ഈ ലോകത്തിൽ ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്? If there is one thing only existing in this earth and you have that in your hand, how will you handle that? ഈ വിലയുള്ള കാറുകളൊക്കെ, വലിയ വിലയുള്ള കാറുകൾ 1, 2, 3 ഒക്കെ ഉണ്ട്. അതുപോലെ പ്രാധാന്യമുള്ളത് ഒന്നിലധികം സംഗതികളാണ് അവരുണ്ടാക്കുന്നത്. Many times the manufacturers, the expensive cars or anything as such, they make multiple of those and many people might have it. നമുക്കറിയാം, താജ്മഹൽ ഒരേ ഒരെണ്ണമേ ഉള്ളൂ. അതുപോലുള്ള മാതൃകയിൽ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒറിജിനൽ താജ്മഹൽ ഇന്നും മനുഷ്യരുടെ നടുവിൽ അതൊരു 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. കാണുന്നവർക്ക് കൺകുളിർ നേടുന്നതിന് വേണ്ടി എല്ലാവരും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഓരോ ദിവസവും പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. There is one Taj Mahal which is one of the wonders of the world. That is the only one original Taj Mahal is there, but there are replicas of it here and there, so you can see people flock into this and to see the original one. ഇത്രയും പൈസ കൊടുത്ത് അവിടെ കയറണമെങ്കിൽ പോലും ആൾക്കാർ തിക്കിത്തിരക്കുകയാണ്. അപ്പോൾ പൈസ ഇല്ലാതെ അത് ദാനമായി കാണിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും തിരക്കുണ്ടാകാൻ പോകുന്നത്? Even though they're charging you a great fees to enter into
into that monument, but again, if it was free, you could think about what kind of crowd will be gathering inside there. എന്നാൽ ഇതല്ല ഈ ലോകത്തിലെ സകലവും സൃഷ്ടിച്ച മഹാശക്തിയുള്ള ദൈവം പറയാണ്, ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം. അതാ സ്നേഹം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. There is only one God. That true God calls out and says that because I loved you lavishly, you have to love me back with all your strength and might. നിങ്ങളുടെ സ്നേഹം പകർത്തുവാൻ ദൈവത്തിന്റെ ലെവലിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ദൈവത്തെ മാത്രം, ദൈവത്തിന് വേണ്ടി മാത്രം, ദൈവത്തെ മാത്രം സ്തുതിക്കുന്ന സ്തുതിയും മഹത്വവും കരയറ്റണമെന്ന് ദൈവം ഡിമാൻഡ് ചെയ്യുക. Here God demands that because he deserves all glory, honor and praises. He deserves all your love because there is nobody can be compared to him. So he demands that love from you. അപ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ പ്രാധാന്യമുള്ളവരായി കണ്ടിട്ട് നിങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, ദൈവമേ, നീ ഞങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഈ ലോകത്തിലുള്ളതെയും കാണുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കേണ്ടത് ഞാനൊന്നുമില്ലല്ലോ, ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് നിന്നെ വിവരിപ്പാൻ കഴിയാതെ കൊണ്ട് നീ അത്ര മഹാനാണെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അതാ. You know the reason why, because we have been chosen and we have been given all this love of God. Then the psalmist says that when I look into the wonders of this earth, when I look into the stars, when I look into the sands and the seas, everything, Lord, I am nothing that you should choose me to be loved. You know, that is the reason, because we are nothing but he chose us to be loved. ഈ എന്നെ ശ്രദ്ധിക്കണം, എന്നെ കേൾക്കാൻ പറയുന്നിടത്ത് ഈ സ്നേഹവുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്? Yeah, when God says that, okay, listen to me, why it has been related to love here. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചെന്ന്. You know, it says that, oh, listen to me, or give ears to me. Then again, he says, the continuation says that you love me because I loved you. അപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് അവർക്ക് പ്രിയമായിരിക്കും. You know, the one who sincerely loves, and if they demand something, that is something of greater value to them. നിങ്ങൾ നോക്കേ, വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആണും പെണ്ണും കൂടെ സ്നേഹിച്ച് വർത്താനം പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. You have to listen when somebody dates before their marriage, how they talk. എന്തെല്ലാം പറഞ്ഞാലും മറ്റേ ആൾക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? And either one of them will never get offended, even if however you demand it or you say it. കല്യാണം കഴിക്കുന്ന ആദ്യത്തെ സമയത്തും ഇങ്ങനെയൊക്കെയാണ്. You know, the beginning of the marriage also is likewise. പിന്നീട് നമുക്ക് സെലക്റ്റീവായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. Then we become selective in our hearings. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് നാം താല്പര്യം കൊടുക്കുന്നത് മാത്രം ശ്രദ്ധിക്കും. Then we will be selecting what we want to hear, that only we will hear. അപ്പൊ ഈ കേൾവിക്ക് തന്നെ പല വിധത്തിലുള്ള കേൾവിയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും We അറിയാം. all understand that there are many types of hearing in this world. ഇപ്പൊ ഞാൻ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോ എന്റെ നേരെ വരുന്ന ഒരു മനുഷ്യനോട് ഹൗ ആർ യു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്, അങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട്. You know, many times when I walk around, when I see somebody who's coming across me, and I will ask him how are you, and he will reply back the same way. ബാങ്കിലേക്ക് ചെല്ലുമ്പോ ടെല്ലർ ചോദിക്കാറുണ്ട്. When I go to the bank, the teller will ask me how are you. എവിടെയെങ്കിലും ആരെയും കണ്ടുമുട്ടുമ്പോൾ ആൾക്കാർ അങ്ങ് ചോദിക്കുന്നത് നമുക്ക് എന്നും കാണാം, എന്നും കേൾക്കാം, എപ്പോഴും അനുഭവിക്കുന്ന ഒരു സത്യമാണ്. It is a usual thing. We go around, we see that people comes across us and they just greet us. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഹൗ ആർ യു എന്ന് ചോദിച്ചതുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തന്നെ, അഡ്രസ് ഒന്ന് തന്നെ, ഞാൻ നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യാമെന്ന് കുറിച്ചെടുത്ത ഒരൊറ്റ ആളെങ്കിലും ലോകത്തിലുണ്ട്? Is there anybody came across somebody who just simply asked you how are you, and you take their phone numbers and tell them, okay, I want to come down and visit you and be with you for the dinner party? അത് നാം കേട്ടാലും കേട്ടില്ലെങ്കിലും അങ്ങനെ ചോദിച്ചു പോകുന്നത് ഒരു ചടങ്ങാണ്, ഒരു പതിവാണ്. അതിന് നാം ആരും അത്ര പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. Yeah, it is a common thing. It's many people come across us and we just say how are you, and we just leave that. We don't take it so for granted, or we don't take it in a higher value. എന്നാൽ പെട്ടെന്ന് നമ്മൾ റോഡിൽ ഒരു അപകടം കണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരാണെന്നെങ്കിൽ നാം ഓടിച്ചെന്നിട്ട് അങ്ങ് അവരുമായി സംസാരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. But if you see come across an accident or something and we see somebody of you know that person, then the way we deal with it is in a different way. എന്നാൽ വേറെ ഏതെങ്കിലും സ്ഥാനത്തിൽ ആരെങ്കിലും കഷ്ടതയിലോ ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും ശല്യം ചെയ്തതുകൊണ്ട് ഓടി വന്നാൽ നാം അവരെ കാണുന്നതും കേൾക്കുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. And if we come across some other people who's nothing related to you, and the way we deal and our attitude towards them will be very different too. നമുക്ക് എന്തെങ്കിലും പഠിക്കണം ഉൾക്കൊള്ളണമെന്ന് കണ്ടാൽ നാം അവരെ ശ്രദ്ധിക്കുന്നതിന് വേറൊരു വിധത്തിലാണ്. And the times we get influenced by people and we want to know those people much more, then the attitude will be different. നമ്മുടെ അധികാരികൾ വന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുമ്പോൾ
പറയുമ്പോൾ നാം എങ്ങനെയാണ് ഇരിക്കുന്നത്? ചെയറിന്റെ മുന്നിലേക്ക് മാറി വളരെയധികം കഴുത്ത് നീട്ടി അവരുടെ മുഖത്തേക്ക് നോക്കി, അവരുടെ ആക്ഷൻ നോക്കി, അവരുടെ മുഖഭാവം നോക്കി, അവരുടെ വാക്കുകൾ നോക്കി ശ്രദ്ധയോടുകൂടെ ഇരിക്കുന്നത്. ഈ എല്ലാ ഓഫീസുകളിലും ഒരു സിഇഒ, ഒരു വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർവൈസറോ വന്ന് സംസാരിക്കുമ്പോൾ നാം കൊടുക്കുന്ന ശ്രദ്ധ വേറെ ഒന്നാണ്. The way we listen to the people of our greater authorities or the bosses in our office or schools or wherever you are, the way how we listen to them is very much different than the other way we listen to other people. എന്നാൽ ക്രിട്ടിക്കലായി ഒരാളെ കുഴപ്പം കണ്ടുപിടിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നത് വളരെ വ്യത്യസ്തമായി. And to criticize somebody and I want to know what faults they have, the way we look into their lives is also different way. അപ്പൊ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 10-ലധികം വിധത്തിൽ നമുക്ക് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ വേറൊരാളെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും, കേൾക്കാൻ കഴിയും. You know, we can hear to people or we can listen to people in more than 10 ways in this earth. അപ്പൊ ചെവി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കേൾവി ഈ 10-ലധികം വിധത്തിൽ സംസാരിക്കാമെന്നും കേൾക്കാമെന്നും അറ്റൻഷൻ കൊടുക്കാമെന്നും ദൈവം തമ്പുരാൻ അറിയാവുന്നത് കൊണ്ട് അവൻ പറയാണ്, ഇസ്രായേലേ എന്നെ കേൾക്കുക, എന്നെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് അതിന്റെ കാര്യമായി ഏറ്റെടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുമെന്ന്. അതേ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തുടങ്ങുന്നതിന് മുൻപേ പറയുന്നത്, നീ എന്നെ കേട്ടെ, അത് ശ്രദ്ധിച്ചേ, അത് പാലിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് നിങ്ങൾ ആരായിത്തീരും? സകല ജാതികൾക്കും മീതെ ഉന്നതനായിരിക്കും. Even though we have ears and we can have different ways of attending to people's pleas, we can hear them in a different way, we can be selective in our hearings, but here when God says that even though we have ears we will be selective in our hearing, that is why he's very specifically saying, listen to me, O Israel, because when you listen to him there is a lot of blessings which is said in chapter 28 of Deuteronomy. അത് കഴിഞ്ഞിട്ട് 2-ാം വാക്യത്തിൽ വീണ്ടും എടുത്തു പറയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റേതാണ്. And again it says that if you listen to the word and obey his word, then all these blessings will follow you. ഞാൻ പറയുന്നത് നീ വാക്ക് ശ്രദ്ധയോട് കേട്ട് ഞാൻ ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പാൻ നിന്റെ ഹൃദയം വെക്കുകയാണെങ്കിൽ നീ ശ്രേഷ്ഠമായിരിക്കും, നിനക്ക് ഞാൻ തരുന്നതും ശ്രേഷ്ഠമായിരിക്കും. And it says that if you fully obey the Lord your God by keeping all the commandments and listen to him diligently, then all these blessings shall follow you. അതിന്റെ 15-ാം വാക്യത്തിൽ വീണ്ടും എടുത്തു പറയുകയാണ് അതിന്റെ മറുസൈഡ്, എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നത് എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാതിരുന്നാൽ ഈ ശാപമെല്ലാം നിനക്ക്. And verse 15 it says that, but if you refuse to listen to the Lord your God and do not obey all the commands and the laws I am giving you today, all these curses will come and overwhelm you. അപ്പോൾ ദൈവത്തെ ശ്രദ്ധിക്കണമെന്ന് പഴയ നിയമം തുടങ്ങി, അത് ശരിയായി ശ്രദ്ധിക്കണമെന്നും പറയുന്നത് കേൾക്കുന്നെന്നും അത് പ്രായോഗത്തിൽ കൊണ്ടുവരണമെന്നും വേദപുസ്തകത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്ന ഒരു സിദ്ധാന്തമായതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ താൻ സംസാരിക്കുന്ന ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ചെവി ഉണ്ടായത് മാത്രം പോരാ, ചെവി ഉണ്ടെങ്കിൽ കേൾക്കണം. You know, in the entire Bible it has been repeatedly said that you have to be very attentive to God's words from all the way from the Old Testament throughout the Bible. We can see that that's been repeatedly said. Now here we read in Matthew chapter 11 it says that even though you have ears, you hear it properly. അതിന്റെ 2-ാമത് മത്തായി ഈ കാര്യം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് 13-ാം അധ്യായത്തിലാണ്. And the second time it has been said in chapter 13. അവിടെ പറയുകയാണ്, ഒരു വാക്യം ഉദ്ധരിച്ചിട്ടാണ് കർത്താവ് പറയുന്നത്, യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13ഉം 14ഉം വാക്യത്തിൽ, ഈ ജനം എന്നെ കേൾക്കയില്ല, അവർ കാണുന്നത് അവർ ഗ്രഹിക്കയില്ല, അവർക്ക് കേൾക്കാനൊട്ട് താല്പര്യവുമില്ല, അതുകൊണ്ട് ഞാൻ അവർ കണ്ടാലും കേട്ടാലും അത് ഗ്രഹിക്കാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ ഇടയാക്കും എന്ന് കേൾക്കാത്തവരെ കുറിച്ച് കർത്താവ് പറയാ. കേട്ട് 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 അത് ശ്രദ്ധിക്കാതിരുന്നാൽ
പിന്നെ ഞാൻ ആ കേൾക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹം എടുത്തു കളയും. And now here in chapter 13 of Matthew, it says that here Jesus is quoting from Isaiah. It says that these people, even though they are hearing, they are not attentive to the words. Even though they have ears, they are not grasping what is being said. They don't understand what is being said. Now Jesus keep on saying that if you, even though you have ears, you heard it, but if you cannot understand or if you don't grasp it, then I'll take out all the blessings from your life. അത് യെശയ്യാവിനോടാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. യെശയ്യാവിന്റെ പുസ്തകം തുടങ്ങുമ്പോൾ കർത്താവ് പറയുന്ന ആദ്യത്തെ കംപ്ലൈന്റ് എന്താണെന്ന് അറിയാമോ? യെശയ്യാ പ്രവചനം നിങ്ങൾ ആദ്യം വായിച്ചു നോക്കിയാൽ, എന്റെ ജനം എന്നെ കേൾക്കുന്നില്ല, അതുകൊണ്ട് ആകാശമേ കേൾക്ക, ഈ മൃഗങ്ങളെക്കാളും എന്റെ ജനം അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കേൾവിയെ കുറിച്ച് വളരെ വ്യക്തമാക്കി പറഞ്ഞ് 6-ാം അധ്യായത്തിൽ ദൈവത്തെ കണ്ട യെശയ്യാവ് ഒരു ശബ്ദം കേട്ടു, ഞാൻ ആരെ അയക്കേണ്ടു, എനിക്ക് വേണ്ടി ആര് പോകുമെന്ന് കേട്ടപ്പോൾ അവനവനെ തന്നെ സബ്മിറ്റ് ചെയ്തു. കർത്താവേ എന്നെ അയക്കണമേ, അടിയനിതാ എന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഇസ്രായേൽ മക്കൾ കേൾക്കാതിരുന്നപ്പോൾ ഒരു ഭക്തൻ മുന്നോട്ട് കടന്നു വന്ന് ദൈവത്തെയും അവന്റെ മഹിമയും കണ്ടപ്പോൾ, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠത കണ്ടപ്പോൾ, അവന്റെ ആരാധകരെ കണ്ടപ്പോൾ അവൻ പറയാണ്, കർത്താവേ ഞാൻ കേട്ടു, കേട്ടവനെ അയക്കുന്ന ഒരു ദൈവമാണ് 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. No, when we read that, because it has been said in Isaiah, when we read from the beginning of the chapter, it says, it starts with the saying that my people does not listen to me. Then he's calling upon to the heavens and say that, oh heavens, hear me. And we can coming to chapter 6, so there Isaiah hears the word from the heavens saying that, who shall go forth, whom shall I send? Then he heard that words, and he diligently, carefully heard, and being attentive said, and he said, I will go forth, because he heard that words from heaven. കേൾക്കുന്നവൻ അത് ശ്രദ്ധിക്കുവാൻ, അത് നോക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, അവന്റെ ചെവി കൂർമ്മമായി പിടിച്ച് അവന്റെ കണ്ണ് ഓപ്പണായി തുറന്ന് അവന്റെ ഹൃദയം പൂർണ്ണമായി അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് പതിവ്. Usually who wants to understand things, so even though you hear it, you have to open your hearts to it. You have to be very attentive to being whatever being said. Then only you can grasp what is being said to you. അപ്പോൾ ദൈവത്തെ കേട്ട, ദൈവത്തെ കണ്ട, ദൈവത്തെ മനസ്സിലാക്കിയ യെശയ്യാവിനെ ദൈവം ഉപയോഗിച്ചത് കണ്ടിട്ട് ആ വാക്യം കോട്ട് ചെയ്തിട്ടാണ് യേശു തമ്പുരാൻ പറയുന്നത്, ഈ ജനം എന്നെ കാണുകയും എന്നെ കേൾക്കുകയും ചെയ്തിട്ട് അവരത് ഗ്രഹിക്കാതെ അവർ മറുതലിക്കുന്നതിന്റെ കാരണം അവരെന്നെ സ്നേഹിക്കുന്നില്ല. Because of seeing how Isaiah received the word from God, how attentively he heard and he grasped what God was saying, that is why it has been quoted in Matthew as saying that these people, even though they hear it, they don't understand it and they reject every word of mine. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണല്ലോ നാം വായിച്ചത്. അവിടെയുള്ള കോണ്ടെക്സ്റ്റ്, അവിടെയുള്ള പശ്ചാത്തലം ഇതാണ്. യോഹന്നാന്റെ കാലം തുടങ്ങി ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നവർ ഏത് വില കൊടുത്തും ബലാത്കാരേണ അതിനെ അവകാശപ്പെടുത്തും. And here the context of what we read in chapter 11 verse 15 is that at the time of John, people when they wanted something by wrestling or by muscling, they will just get it done. അങ്ങനെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവരാജ്യത്തിന്റെ പ്രാധാന്യം നിന്റെ ഉള്ളിൽ കയറുമ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞതുപോലെ ഒരു നിധി കണ്ടെത്തി സകലതും വിറ്റ് അതിനെ വാങ്ങിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കുന്ന പ്രാധാന്യം കാണുവാൻ കർത്താവ് നോക്കുന്നതാണ് കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾ അർത്ഥം. The simple meaning of what here it is been said here, and that the meaning of that is that no matter what kind of situation, what kind of circumstance you have to forcibly attentive to the things which is said like that. If it is gem, you will value it, give that thing the much value it deserves and get it done for you. 13-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ വചനം വിതയ്ക്കുന്ന ഒരു കൃഷിക്കാരനോട് അനുബന്ധിച്ച് ആ വിതയും അതിന്റെ ഫലവും കാണിച്ചിട്ടാണ് ഈ സന്ദർഭം പറയുന്നത്. Now this situation has been described in chapter 13. It shows the parable of a farmer scattering the seeds around. Then it is being said out here. അവിടെ കർത്താവ് പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഹൃദയം എങ്ങനെ ദൈവവചനത്തെ, ദൈവദൃശ്യത്തെ, ദൈവ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് പ്രാധാന്യം കൊടുക്കുന്നുവോ
അവിടെയാണ് ഏറ്റവും അധികം വിളവ് ഉണ്ടാകുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. What Jesus says here is that the more harvest will happen where you give your heart to it. Here the meaning of hearing is that not just hearing it through your ears, rather grasping it and taking every word by word of it and being attentive and obeying every commands of God. ഒരു കേട്ടിട്ട് യാതൊരു ഹൃദയം കൊടുക്കാത്തവനെ കുറിച്ച് കർത്താവ് പറഞ്ഞത് അത് വഴിയരികെ വീണ ഒരു വിത്ത് പോലെയുള്ളൂ, അത് പറവകൾ അപ്പോഴേ കൊത്തിക്കൊണ്ടുപോയി. The man one who heard but he did not give importance to that. The parable is being said about a man who scattered the seed into the roadside and all the birds just took it away. ഒരല്പം ഹൃദയം കൊടുത്തവനെ കുറിച്ച് പറയുന്നത് പാറപ്പുലത്ത് മണ്ണുള്ള സ്ഥാനത്ത് വീണ വിത്ത് പോലെയുള്ളൂ. അവൻ കേട്ടു, ഒരു ചെറിയ സന്തോഷമുണ്ടായി, അവന്റെ കാര്യം കണ്ടപ്പോൾ അവൻ സ്ഥലം വിട്ടു. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. About the man who gave little of heart or attention to the words of God, it has been said this way that the man who scattered the seed onto the rocks, when the wind came, it just whisked away from that place. Nothing was remaining there. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അവൻ കേട്ടു, കുറെ നാളൊക്കെ കൂടി നടന്നു, പക്ഷേ ലോകത്തിന് ചിന്തയും ധനത്തിന്റെ മോഹങ്ങളും മറ്റുവിധ മോഹങ്ങളും അവന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതിനെ സെക്കൻഡറി ആക്കി മാറ്റി മറ്റേന് പ്രാധാന്യം കൊടുത്തപ്പോൾ ഇത് മുരടിച്ചു പോയി. അവന്റെ ഹൃദയത്തിൽ ഒരു ഇടമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇടം വളരെ കുറവാണ്. About the third person who listened to it, he had it in his mind for some time, but later the fleshly desires overwhelmed him and everything came into his heart, and the good things which was stored in his heart has been lost, and he was caught up with the world. അത് ഒരു കാലത്ത് വളരെ ഉശിരോടെ വളരെ താല്പര്യത്തോടെ ദൈവ വിഷയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ അവനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 4:17 പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. അവന് ധനത്തിന്റെ മോഹം, മറ്റു വിഷയ ആഗ്രഹങ്ങൾ, മറ്റുവിധ മോഹങ്ങൾ, ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ ലോകത്തിലുള്ള സകലതും അവനിൽ കയറി കൂടിയിട്ട് ദൈവത്തിന്റെ ശബ്ദത്തിന് ഇടം കൊടുക്കുവാൻ, ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ അവൻ പുറകിലായിരിക്കുന്നു. About these people is been said about the people who were zealous one time. They were just for the kingdom of God. They were working hard, but later in life, all these worldly things got into their lives, and the desires of the flesh, the desires of the world. And it is said in Mark chapter 4, they have the desires of the money, and for those kings, those kind of desires came into their life, and they lost every good thing than the zeal they had. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ദൈവജനങ്ങളെ മലയാളികൾ പ്രത്യേകിച്ച് 9 മണി തൊട്ട് 12 മണി വരെയോ 10 മണി തൊട്ട് 1 മണി വരെയോ ഒക്കെ ആരാധന നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. There was a time the people, Malayalis, we used to conduct the meetings from 9 to 1 o'clock and all, long hours. Those who are gathered together and they worship God. എന്നാൽ ഇപ്പം ചിലരൊക്കെ ഓൺലൈനിൽ കാണാറുണ്ട്. ബാക്കിയുള്ളവരെ ഈ 9 തൊട്ട് 12 വരെയും 1 മണി തൊട്ട് അല്ലെ 10 തൊട്ട് 1 മണി വരെ എന്തോ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചേ. We have to ask ourselves many times these days. Some people come on online and they see the worship or they be a part of the worship through online, but the rest of the people what they're doing at this hours, we have to examine about it. നമുക്ക് പ്രാർത്ഥനയുടെയും പ്രസംഗത്തിന്റെയും പാട്ടിന്റെയും ബഹളം കൊണ്ട് നമുക്കൊന്നും തുറക്കാൻ പറ്റത്തില്ല, അതുപോലെ ഉണ്ട്. പക്ഷേ എത്ര പേരാ ആ ടൈം, ആ കമ്മിറ്റ്മെന്റ് അത് ഞാൻ എല്ലാ ആഴ്ചയിലും കൊടുത്തുകൊണ്ടിരുന്നതാണ്. ആ 3 മണിക്കൂറ് അല്ലെ 2 മണിക്കൂറ്. ഇപ്പോൾ ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയാം നിങ്ങൾക്ക് എത്രമാത്രം ഹൃദയം കർത്താവിലുണ്ടെന്ന്. There is plenty of online worshipers these days in the social medias. We can be a part of it, but there were times we used to spend 3 hours or 2 hours of your time in a week in a church, in a fellowship worshiping God. But when we cannot reach out to the churches, what are we doing at these hours? How are we spending the time of ours? പലരുടെയും പ്രാർത്ഥന കേട്ടാൽ ദൈവം പോലും പേടിച്ചു പോകുന്ന രീതി കൈയും കാലും തലയും ഒക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഹൃദയം കർത്താവിലേക്ക് അടുത്തോ? കർത്താവുമായി കോണ്ടാക്ട് ആണോ? ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥമായി സമയവും ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് സ്പഷ്ടമായി തെളിവ് തരികയല്ലേ? നിന്റെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, കേൾക്കുന്നു, അറ്റൻഷൻ കൊടുക്കുന്നു, ഗ്രഹിക്കുന്നു
എന്നുള്ള കാര്യം. You know, we can see that many people, they just pray rigorously and they make frustrated about the people. Even God gets scared of their prayers at times. But we have to understand how much time passionately we are spending in the presence of God during this lockdown. How much time we spend in the presence of God these days. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രസംഗങ്ങളിൽ ഒരെണ്ണമാണ് യേശുതമ്പുരാൻ ഗിരിപ്രഭാഷണമെന്ന് നാം കൊടുക്കുന്ന ആ പ്രഭാഷണം. You know, one of the greatest sermon which has been spoken in this world is one of the Sermon on the Mount, what Jesus Christ said. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ കൊടുക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ എന്തെല്ലാം ചെയ്യണം, എങ്ങനെ വിധിക്കണം, ഇതെല്ലാം പറഞ്ഞിട്ട് അതിന്റെ അവസാനം വരുമ്പോൾ യേശു പറയാണ്, നിങ്ങൾ ഒരുപാട് കാര്യം കേട്ടു, പക്ഷേ എന്റെ വചനം കേട്ട് അതിനെ പ്രായോഗത്തിൽ കൊണ്ടുവരുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അവൻ അടിസ്ഥാനമുണ്ട്. അവൻ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം വന്നാലും, കൊറോണയല്ല, മഴയല്ല, കാറ്റല്ല, മരണമല്ല, പട്ടിണിയല്ല, ക്ഷീണമല്ല, എന്തു വന്നാലും അവൻ നിലനിൽക്കും. You know, we can see that in the Sermon of the Mount, God teaches us how to pray, how to give, how to do things, and how to behave, what kind of attitude, what kind of character, everything is being said. But in the end of that, Jesus says that it's not just hearing it, but the people who obeys it and who diligently paid attention to it, who practices it, are the people who are wise people. They have a foundation that they would, no matter what happens in their lives, no matter what trials and tribulations they face in their life, they will not be moved. അല്ലാത്ത മനുഷ്യരെ കുറിച്ച് പറയുന്നത് അവർ കേട്ടു. യേശുവിന്റെ കൂടെ ആയിരങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 70 ഉണ്ട്, 12 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ വലിയൊരു സംഖ്യമുണ്ട്. അവരെല്ലാം കേട്ടവരാണ്. പക്ഷേ പ്രായോഗത്തിൽ കൊണ്ടുവന്നവര്, അവരെ കുറിച്ച് മാത്രമേ കർത്താവ് പരിഗണിക്കുന്നുള്ളൂ. അല്ലാത്തവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിഹീനനായ മനുഷ്യനോട് തുല്യൻ. അവന് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റുകയില്ല, പ്രതികൂലങ്ങളിൽ നേരെ നിൽക്കാൻ പറ്റുകയില്ല. അവൻ ക്ഷീണിച്ചവനായി, തളർന്നവനായി, ജീവിതത്തിൽ അർത്ഥമില്ലാതെ നശിച്ചു പോകുന്നതായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. You know, there are people, thousands and thousands of people who have been following Jesus all his throughout the ministry. They heard the word, but Jesus is only talking about the specific people who not only just heard it, but they made the foundation in those words and they practice what is being preached unto them. The rest of the people are like people who built their houses on the sand, who are foolish people. യേശുവിന്റെ സ്വന്തം സഹോദരൻ മറിയയ്ക്കുണ്ടായ മകൻ യാക്കോബ് കേൾവിയെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങള് പറയാൻ താമസമുള്ളവരായിരിക്കണം, എന്നാൽ കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം എന്ന് വളരെ വ്യക്തമായി കേൾവിയുടെ പ്രാധാന്യത്തെ യേശു പഠിപ്പിച്ചതും താൻ കണ്ടിട്ടുള്ളതും താൻ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യത്തെ എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. In James chapter 1 all the way it says about who is the brother of Jesus. He talks about what is hearing. He says that you have to be slow to speak, but he hastened to hear things. So he's been specifically saying all throughout that verse how you have to practice, because he had the foundation on the words of Christ. അവിടെ താൻ പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ട് അത് ചെയ്തില്ലെങ്കിൽ എല്ലാവരും കണ്ണാടിയുടെ മുമ്പിൽ പോയി നമ്മളെ കണ്ടിട്ട് നമ്മുടെ രൂപം മറന്നു പോകുന്നത് പോലെ മാത്രമേ ഉള്ളൂ. Here it says that people who does not practice or obey what you hear, it is like you people who are looking into the mirror but you forget the image itself. എന്നാൽ കേൾക്കുന്നവൻ, അനുസരിക്കുന്നവൻ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം താൻ ക്ലോസ് ചെയ്യുന്നത്. And James closes that chapter saying that the one who not only listen to it but he obeys it, he is a blessed man. അവൻ ബുദ്ധിമാൻ മാത്രമല്ല, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് യേശു പറഞ്ഞ വാക്കിനോട് കൂടെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തുകയാണ്. When Jesus said he is the wise man, but here the Holy Spirit adds that it's not only he is a wise man, rather he is a blessed man too. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് എടുക്കാൻ എന്റെ മുൻപിൽ സമയമില്ല. പക്ഷേ ലൂക്കോസ് പറയുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ലൂക്കോസിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 34-ും 35-ാം അധ്യായത്തിൽ യേശു പഠിപ്പിക്കുന്നത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തിനെ കൊണ്ട് ഗുണം വരുത്താം, അതുകൊണ്ട് ഉപ്പ്
വിചാരമില്ലാതെ പോയാൽ നിലത്തിട്ട് ചവിട്ടാനേ കൊള്ളത്തുള്ളൂ, വേറെ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോട് കേട്ടിട്ട് വേണം ഉപ്പായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യത്തെ. In Luke chapter 14, it has been said much more describing about the whole thing, about what is hearing and how to obey it. It says that if the sword loses its saltiness, it is of no use. You can just simply trample it in the ground. So whatever you hear, you have to produce out of that. You have to bring forth fruit out of what you're hearing, being obeying about all the words you hear. അവനെ ഉപ്പുരസമില്ലെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് ഒരു ഗുണവും പുറത്ത് കളഞ്ഞ് ചവിട്ടാൻ കൊള്ളാമെന്ന യേശു പറയുന്നു. You know what Jesus says, that if the salt loses its saltiness, it is of no use at all. കേൾക്കുന്നവൻ ജീവിതത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ കർത്താവ് പറയാണ് ക്വാളിറ്റി ഇല്ലാത്ത ഉപ്പ് പോലെയുള്ളൂ. And what Jesus says is that the one who hears, and if it does not obey it or practice it, it is just like you don't have no quality in your life at all. കളറ് കാണും, വലിപ്പം കാണും, സംഗതി അതുപോലൊക്കെ തന്നെ ഇരിക്കും, പക്ഷെ ഉപ്പ് രസമില്ലെങ്കിൽ ആരും അത് ഉപയോഗിക്കില്ലെന്നാ കർത്താവ് പറഞ്ഞു. Maybe it looks the same, it might feel the same, but it does not have that flavor to it, then it is of no use at all. അപ്പോൾ ദൈവജനത്തെ കുറിച്ച് കർത്താവ് കാണുന്നത്, നീ കേട്ടത് മനസ്സിലാക്കി കർത്താവിന്റെ ഹിതത്തിന് ജീവിക്കാതെ നീ ലോകത്തിന്റെയും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ താല്പര്യങ്ങളും കൊണ്ടുവരുമ്പോൾ നീ വെറും മുള്ളിനാൽ ഞെരുങ്ങുന്ന ചെടി പോലെ മാത്രമല്ല, എല്ലാവരും ചവിട്ടുന്ന, എല്ലാവർക്കും ഒരു ഗുണവുമില്ലാത്ത ഉപ്പ് രസമില്ലാത്ത ഉപ്പ് പോലെയുള്ളൂ. Here Jesus says that when you hear the word of God and if you don't practice it and if you don't obey it, it is just like your life becomes thrashed by people around you. Not only that you won't be able to say or face any situations, you are just like a salt which lost its flavor. ഒരു കാലത്ത് ദൈവജനങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നവർ, പ്രാർത്ഥിച്ചാൽ സംഗതി നടക്കുന്നവർ, വിശ്വാസത്താൽ കാര്യം കണ്ടവർ, വിശ്വാസത്താൽ മലകളിലും കുന്നുകളിലും ഗ്രാമങ്ങളിലും പോയി സുവിശേഷം പറഞ്ഞവർ, വേറെ ഒന്നുമില്ലാതെ ക്വാളിറ്റി കൊണ്ട് നടന്നപ്പോൾ മറ്റുള്ളവരവരെ ഭയപ്പെട്ടു, മറ്റുള്ളവരവരെ ബഹുമാനിച്ചു, മറ്റുള്ളവർ അവരുടെ ചിലത് രസം, ഉപ്പിന്റെ രസം കണ്ടിരുന്നു. You know, there was a time when the children of God who were fearlessly, even though they had nothing to exhibit of themselves, but they had the quality of what they heard, and they practiced every word by word, and they exhibited that to the world. There were people respecting those people. There were people loving those people. The people were fearing about the words of God which is coming out through their mouth. That is one time because they had the flavor all the time. ഇന്ന് നമുക്ക് പറ്റിയ ഗതി എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ക്വാളിറ്റി ഇല്ലാത്ത വെളുത്ത കുറെ ഉപ്പ് കഷ്ണങ്ങൾ. You know what happened these days to us is that we look the same, we feel the same, but we lost the flavor, we lost the quality of our life. കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈനിലെ ഒരു ഹൈന്ദവ സ്നേഹിതൻ ഇങ്ങനെ ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞ കൂട്ടത്തിൽ അവരുടെയുള്ള സാധനങ്ങളെല്ലാം ക്രിസ്ത്യാനികളും ഓട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് 25 വിധത്തിൽ യേശുവിനെ അവർ ഹിന്ദുവാക്കി എന്ന് പറഞ്ഞ് ഉള്ള ഒരു കട്ട ഒരു ഓൺലൈൻ സംസാരം ഞാൻ കേൾക്കുകയുണ്ടായി. Recently I heard a Hindu person, he was talking about that we stolen their ritualistic activities from their religion because we made ourselves a mockery in front of them, because and he is describing 25 things which we stolen from their religion itself. ഒരു കാലത്തെ ഹൈന്ദവ ആയിരുന്ന പലരും അതെല്ലാം വിട്ടു വന്നപ്പോൾ ഇവിടെ ദൈവമക്കൾ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളായി അവർ മൊത്തം കാണുന്നത് ദൈവത്തിന്റെ മക്കൾ എന്താണ്? ക്രിസ്ത്യാനികള് അവരെ കുറിച്ച് പറയുന്ന സ്പെഷ്യൽ ആയിട്ടാണ്. പക്ഷെ അവര് അവിടെയുള്ളതെല്ലാം എടുത്ത് അത് മിക്സ് ചെയ്ത് അവരുടെ സ്റ്റാൻഡേർഡ് കുറച്ചുപോയി എന്ന് അദ്ദേഹം വിളിച്ചു പറയാ. There is a man outside of all Christianity. He is calling out, says that even though there are many people who transformed from that religion and came to Christianity, but now Christianity has become a mockery in front of them because we have diluted our faith with all other religions. അപ്പൊ എന്റെ ഹൃദയത്തിലേക്ക് ശക്തമായ ഒരു ചിന്ത വന്നു. നാം വിട്ടുപോകുന്ന സഭകളും നാമധേയ സഭകളെന്ന് നാം പേര് വിളിച്ച അവർക്കുണ്ടായിരുന്നതിലെ എന്താണ് നമുക്കിപ്പോൾ ഇല്ലാത്തതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. I'm just thinking to myself that we left all the Episcopal churches and we came to the real faith of Christ, but now what are we left with? അവിടെ ബിഷപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ സെൻട്രൽ പാസ്റ്റർമാരുണ്ട്, അവിടെ പ്രസിഡന്റ് വലിയ ആളുണ്ടപ്പോ ഇവിടെ പ്രസിഡന്റ് ഉണ്ട്. എല്ലാ സ്ട്രക്ചറും നാം എടുത്തു,
അവർക്ക് തുണി പുറത്ത് ലോഹയുണ്ടെങ്കിൽ നമുക്ക് കോളറുണ്ട്. അവര് പാടുന്ന രീതി നമ്മൾ സങ്കീർത്തനം ആവർത്തിച്ചു. അവർക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നുവോ, അവർക്ക് എന്തെല്ലാം വേണമെന്ന് അവർ ആഗ്രഹിച്ചതും നാം ഒരു കാലത്ത് വെറുത്തതും ഇല്ലാത്തതും വല്ലതും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. We have to see that there are things which where they practiced, we also have the same things out here in our churches too. The structure of our churches, the way we dress up ourselves, the way we sing, the way we preach, everything we have, there is no much difference between them and us these days. ആത്മാവിന്റെ ജീവിതമോ ആത്മാവിലുള്ള ഫലമോ ആത്മാവിൽ നടത്തപ്പെടുന്നതോ ദൈവവചനത്തിന് ആധാരമായത് അവിടെയും ഇവിടെയും കാണാമെന്നല്ലാതെ കുറച്ച് അന്യഭാഷയും ബഹളവും അല്ലാതെ എല്ലായിടത്തും നാം കാണുന്നത് വേറെ എന്തോ ആണ്. What else? We see that there is nothing but led by the Spirit. There is no spirit-filled lifestyle of the people. It's only some worship, some gibberish words being uttered here and there. And more than that, we don't see no difference from them and us. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഉപ്പിന്റെ കളറുണ്ടെങ്കിലും പേരുണ്ടെങ്കിലും അതിന്റെ നിറമുണ്ടെങ്കിലും എന്തുമാകട്ടെ, അതിന്റെ രസം നഷ്ടപ്പെട്ടാൽ അത് പിന്നെ ചവിട്ടാനേ കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് കേൾക്കേണ്ടത് ചെവിയുള്ളവനാണ്. പഴയ നിയമ യഹൂദന്മാർക്ക് പറ്റിയതുപോലെ സംഭവിക്കാതിരിപ്പാൻ യേശു പിന്നെയും 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 അതെടുത്തു പറയാം. Here Jesus is repeatedly saying is those who have ears, let them hear, because he says that it is like a salt which has its color, which has its size and shape and everything, but it loses its flavor and it is of no use further. It will be thrashed and trampled down by people. അതെല്ലാം വ്യക്തിപരമായിട്ടാണ് കർത്താവ് ഡീൽ ചെയ്തത്. ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് എന്റെ ചുരുങ്ങിയ സമയത്തിനകം ഞാൻ പറഞ്ഞു നിർത്താം. Those were individually Jesus was handling those, because God was speaking to the individual people. സഭയെ നോക്കിയിട്ട് സഭയോട് കർത്താവ് പറയാണ്, ചെവിയുള്ളവൻ കേൾക്കണമെന്ന് ആത്മാവ് നിങ്ങളോട് പറയുന്നത്. കർത്താവ് ഡയറക്റ്റ് അല്ല, ആത്മാവിൽ കൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. നിന്റെ ആദ്യ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു, നീ മടങ്ങി വന്ന് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. You know, here when it comes to Revelations, it says to the churches, you lost your first love. Now let me tell you something, because the Spirit of God is speaking to the church and saying that those who have ears, let them hear. രണ്ടാമത്തെ ചർച്ചിനോട് പറയുകയാണ്, രണ്ടാമത്തെ ആയത്തിന്റെ അതിന്റെ 10-ാം വാക്യം, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ നിനക്ക് ജീവകിരീടം കിട്ടും, ചെവിയുള്ളവൻ കേൾക്കട്ടെ. You know, here it says that be faithful until you facing death, and I will give you the crown of life. Those who have ears, let them hear. മൂന്നാമത്തെ ചർച്ചിനോട് പറയാണ്, ബിലയാമിന്റെ ഉപദേശം കാര്യസാധ്യതയ്ക്ക് വേണ്ടി എന്തുമേതും പഠിപ്പിക്കുന്ന ബിലയാമിന്റെ ഉപദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുവീൻ, അതിൽ നിന്ന് വിട്ട് പുറത്തു വരണം. അത് നിങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി ചെവിയുള്ളവൻ കേൾക്കട്ടെ. And in the third chapter to the third church, it has been called out and said that you have to leave all the doctrines of Bileam, and you have to come out of all those false doctrines, and those who have ear, let them hear. നാലാമത്തെ സഭയോട് പറയുന്നത് എന്താണെന്നറിയാമോ? പ്രവചകി എന്ന് പറയുന്ന ആ സ്ത്രീയെ അവിടെ കയറി വന്ന് പ്രവചനം നടത്തി കൊണ്ടാക്കിയിരിക്കുന്ന നാശത്തിൽ നിന്നും അതിന്റെ സഭയുടെ ആ പ്രാധാന്യത്തിൽ നിന്നും തകർന്നടിഞ്ഞതുകൊണ്ട് അതിൽ നിന്ന് ഈ തെറ്റുദ്ദേശിക്കുന്ന പഠിപ്പിക്കുന്ന ഇസബേൽ എന്ന സ്ത്രീയിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് പുറത്തു വരുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. And here in the fourth church, it has been called out and said that there was a prophetess, and you have to take yourself out of that prophetess hearing. I mean, all the doctrines of what false teachings, what she made. You have to come out of all the false teachings. Do not follow Isabel, who has been said in those words. It says that you have to come out. You have to leave all the false doctrines, and those who have ears, let them hear. അഞ്ചാമത്തെ സഭയോട് പറയുകയാണ്, നിനക്ക് പേരുണ്ട് ജീവനുള്ളവെന്ന്, മരിച്ചവനാണ്, നിനക്ക് ചാഹാറായി ശേഷിപ്പുകളെ ശക്തീകരിക്കാം, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പേ ഓക്സിജൻ എടുത്തോളാനാ പറഞ്ഞു. And to the fifth church, it is when you have named that you are alive but you are dead. So before you die, you get the oxygen, get life into yourself, otherwise you'll be dead forever. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ആ സഭയോട് എടുത്തു പറയാം. And to that church also it has been said that those who have ear, let them hear.
ആറാമത്തെ സഭയോട് കുറ്റങ്ങളൊന്നും പറയുന്നില്ല. എന്നിട്ട് അവസാനം പറയാ, ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും ജയാളികളായിരിക്കണമെന്ന് നമ്മളെ ഓർപ്പിച്ചിട്ട് പറയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. To the sixth verse, it has been not admonished in any manner, but rather it has been said that to the one who are victorious, I'll make you the pillars of the church. So let those who have ear, let them hear. എങ്ങനെയാണ് ജയിക്കുന്നത്? നീ കഷ്ടതയിൽ എന്റെ വചനം കാത്തത് കൊണ്ട് ഞാൻ നിന്നെ കാക്കും. വചനം സൂക്ഷിച്ചെടുക്കുന്നതിനാലാണ് ജയിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. And it has been said that how will you be victorious? Because you keep the word, whatever has been inscribed into your hearts being kept, and you obey the commandments of what God has been said, then you become victorious. ഏഴാം സഭയോട് പറയുകയാണ്, നിനക്ക് വലിയ പേരുണ്ട്, പ്രതാപമുണ്ട്, പണമുണ്ട്, വലിയ ഹോളുണ്ട്, വലിയ സ്ക്വയറുണ്ട്, വലിയതെല്ലാം ഉണ്ട്, പക്ഷേ ഞാൻ നിന്റെ കൂടെ ഇല്ല. To the seventh church, it is said that you have a bigger church, you have a greater sanctuary, you have a greater temple, you have everything physically, you have everything of this world, but the only one thing which you lack is that I am not with you. അവരോട് അവസാനമായി പറയുന്ന 3:20 എന്റെ നോക്ക് കേട്ട് എന്റെ ശബ്ദം കേട്ട്, വീണ്ടും അവൻ തുടങ്ങിയെടുത്താണ് വരുന്നത്. എന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നവൻ, ശ്രദ്ധിക്കുന്നവൻ, മന്ദീഭവിക്കാത്തവൻ, പ്രാധാന്യം കൊടുക്കുന്നവൻ പുറത്തു വരട്ടെ. And we can see that on the chapter 3 verse 20 it says that it has been repeatedly said, look, here I stand at the door and knock. If you hear me calling and open the door, I will come in and we will share a meal as friends. എന്നെ കേൾക്കുന്നവൻ പുറത്തു വരും, അവൻ വ്യത്യസ്തനായിരിക്കും, അവന് ഞാൻ വേണ്ടുന്നതൊക്കെയും കൊടുക്കും, അവനെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തും. And it says that I will return him back to the normal who you are. I will reinstate you, but who has here, you have to come out and be with me. സകല സഭകളോടും കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ വിഴുങ്ങുവാൻ പോകുന്നത് കൊണ്ട്, എനിക്ക് നിങ്ങളോട് കൂടെ പണ്ടത്തെ പോലെ ഫെലോഷിപ്പ് കഴിക്കാൻ കഴിയാത്തത് കൊണ്ട്, മാറി നിൽക്കുന്നത് കൊണ്ട്, എന്റെ ശബ്ദം കേട്ട് എന്നെ അനുസരിച്ചാൽ, എനിക്ക് വേണ്ടി കതവ് തുറന്നാൽ, ഞാനും നീയുമായിട്ട് ഭക്ഷണം കഴിക്കുക മാത്രമല്ല, നിന്നെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തും. Here it says to all seven churches, the Spirit of God is calling out, says that though you will go through persecutions and trials in your life, you might be swallowed up into the things of this world, but because of I'm not with you right now, I cannot have fellowship with you, but right now I'm knocking at the door right now, I want to come in. If you come out and you can be with me, then I will reinstate you. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയില്ലാത്ത നമ്മൾ ആരുമില്ല. ചെവിയുള്ളവൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവ് ചിന്തിക്കുന്നത് പോലെ, കർത്താവിന് പ്രാധാന്യം കൊടുത്ത് യഥാസ്ഥാനപ്പെടുവാൻ അവൻ വീണ്ടും 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 14 പ്രാവശ്യം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് മടങ്ങി വരാം. We have to value how much 14 times it is repeatedly said that, because we all have ears, but many times we hear but we don't grasp it, we don't obey it, we don't have it in our hearts. But God is speaking to our hearts this morning, saying that those who have ears, let them hear, not just hearing, grasp it and come back and be reinstated. ഇസ്രായേലേ, നീ ആരുമില്ലാതിരുന്നപ്പോൾ, നിനക്ക് പ്രാധാന്യമില്ലാത്തപ്പോൾ, നിന്നിൽ ഞാൻ പ്രിയം കണ്ട് നിന്നെ സ്നേഹിച്ച് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്റെ ശബ്ദം കേൾക്കുവാൻ ചെവി ചായ്ക്കുക. It has been called out to the Israel and say that there was a time you were lonely, there was nobody to help you, but at that moment I chose you, I just got you with me. And here it says that those who have ears, I will come with you, I'll reinstate you, I will strengthen you. 45-ാം സങ്കീർത്തനത്തിൽ കാന്തനായ രാജാവ് കാന്തയായ മണവാട്ടിയോട് പറയാ, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, പൂർണ്ണ അറ്റൻഷൻ കൊടുക്കുക. In Psalm 45 it says that the one who's the bride, he's calling out to his bridegroom and saying one thing, he's saying that, oh, hear my words, because you just hear it and grasp what has been said. നോക്കുക, കേൾക്കുക, ചെവി ചായ്ക്കുക, എന്നാൽ നീ എൻ്റെ മുൻപിൽ സൗന്ദര്യവതിയായി മാറും. And it says that you have to look, you have to hear, give your ears to things, then you will be beautiful in my presence. അവൻ നിന്റെ പ്രാണനാഥനാകൊണ്ട് അവന്റെ ശബ്ദം കേൾക്കാൻ, അവനെ നോക്കുവാൻ, അവനെ ശ്രദ്ധിക്കുവാൻ,
കാന്തൻ കാന്തയോട് വിളിച്ചു പറയുന്നു. And he says, the bridegroom calls out to the bride and says that, because you are my dearest one, you just look at me, you listen to me, you obey me, and you give ears to me. That is the dearest words he can describe to his bride. നീ അനേക ശബ്ദം നിറഞ്ഞു നിറയ്ക്കുന്ന ഈ ലോകത്തിൽ നിന്റെ ഉള്ളിൽ നിന്നുള്ള നിന്റെ ശബ്ദമോ, സെൽഫിഷായ ശബ്ദമോ, ലോകത്തിന്റെ ശബ്ദമോ ഒക്കെ കേൾക്കാം. പക്ഷേ പ്രാധാന്യം കൊടുക്കേണ്ടത് നിന്റെ ഹൃദയത്തിൽ മുട്ടുന്ന, ഹൃദയവാതിക്കൽ നിൽക്കുന്ന, നിനക്ക് വേണ്ടി മരിച്ച, നിന്നെ സ്നേഹിച്ച, നിന്നെ മാനിച്ച, നിന്നെ ഉയർത്തിയ അരുമ മണവാളനെ സ്നേഹിച്ചുകൊണ്ട് അവന് വേണ്ടി കഥ തുറന്നു. Even though when we walk through this world, we might be hearing a lot of sounds, a lot of calling, which is we can pay attention to it. But here, the word of God, the Spirit of God clearly calls out to say that you don't pay attention to all the things of this world. Rather, give ears to the one who is knocking at the door of your heart. If you open it up and invite him into your life will be more blessed than ever before. എന്നാൽ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാണ് കർത്താവേ ആ വാക്ക് ശബ്ദം നിർത്തുന്നത്. And Jesus stopped saying that, then I will reinstate you with the love of God. അതുകൊണ്ട് അവന്റെ സന്നിധാനത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവനെ ശ്രദ്ധിക്കാം, അവനെ കാണാം, അവന്റെ വാക്കുകൾ കേൾക്കാം. അവന്റെ വാക്ക് കേട്ട് അതിൽ നിലനിൽക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ ബുദ്ധിമാൻ, അവൻ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്നാണ് അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കേൾക്കാൻ പറയുന്നിടത്ത് വിളിച്ചു പറയുന്നത്. വരുന്ന ലോകത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. So let us hear the words of God. Let's pay attention. Let us pay diligent attention to the things what the word of God says to us. Then if you do that, you are not only just being blessed, you are a wise person. And in Luke chapter it calls out to say that in the coming world you will be shining like stars. നമ്മൾ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. Let's humble our souls and pray in his presence this moment. NV വർഗീസ് ബ്രദർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ കാണാം, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാം. ബാക്കിയുള്ള ശബ്ദമെല്ലാം മാറിപ്പോകും. ഏത് സമയത്ത് നിന്നോട് കൂടെ ഇരിക്കുന്ന, നിന്നെ മാനിച്ച, നിന്നെ വില കൽപ്പിച്ച ആ കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. Let those who are here, let them hear, because if you hear and if you obey the words of God, God will be blessing us abundantly in this coming days. He will reinstate us into the love of God and into the fellowship of God these days, and may God richly bless us. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ കാലം ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലടികൾ സഭയായ വ്യക്തികളായി കുടുംബങ്ങളായി പരിപാലിച്ചു. ഞങ്ങൾക്ക് പിന്നെയും ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിപ്പാനും നന്ദി കരയേറ്റുവാനും ദൈവം പിന്നെ ഇന്ന് പകൽക്കാലം കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദേവാസിനെ അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൂത് പറയുവാൻ തൊക്കണം, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഞങ്ങൾക്ക് തരുവാൻ തൊക്കണം. ദൈവം അവിടുത്തെ കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നത് ശരിയായി ഞങ്ങൾ അത് പ്രാക്ടിക്കലാക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ രാവിലെ ഞങ്ങൾ ഉത്തേജിപ്പിച്ച് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവജനം കേട്ട് ഞങ്ങൾ അനുസരിക്കുന്നവരായി ദൈവമേ അതിൻ്റെ മഹത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിപ്പാൻ ദൈവം കൃപയെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേൾക്കുന്നത് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ, ദൈവരാത്തിന് വേണ്ടി ഒരുക്കുവാൻ ഞങ്ങളെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ വരവേറ്റു ആസന്നമായിരിക്കുന്ന ഈ സമയങ്ങളിൽ ഞങ്ങളുടെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായി ഈ ലോക്ക്ഡൗണിൽ ഞങ്ങളെ ഉപേക്ഷയായി സമയം കളയാതെ ദൈവജനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നിവിടെ കടന്നു വരുന്ന മക്കളെ എല്ലാവർത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങളെ, പ്രയാസങ്ങളെ, രോഗങ്ങളൊക്കെ കടന്നു പോകുന്നവരെ ഓർത്ത് അവരെ സഹായിക്കണം, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ രാജ്യത്തിന് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന സിറ്റിയിലെ സമാധാനം ഉണ്ടായിടിയാക്കണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതലായി ദൈവരാജ്യത്തിന് അടുത്ത് ജീവിപ്പാൻ ദൈവമേ അടിയങ്ങളെ ഓരോരുത്തരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണേ, എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ഒരു പാട്ടിന്റെ 2-3 അടികൾ പാടുകയും സമയത്ത് സ്തോത്രകാഴ്ച എടുക്കുകയും ചെയ്യാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് സന്തോഷമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.